നമസ്കാരം. ഒരു നിരപരാധിയെ കൊലയ്ക്ക് കൊടുത്ത ശേഷം ഏതോ ഒരു വലിയ മാനസികാരോഗ്യ വിദഗ്ധയാണ് താൻ എന്ന രീതിയിൽ നാട്ടുകാർക്ക് മുന്നിൽ നിന്ന് ക്ലാസ് എടുത്തവൾ, ഒരച്ഛനും അമ്മയ്ക്കും തീരാ ദുഃഖം സമ്മാനിച്ചവൾ, അപമാനഭാരത്താൽ ആ മനുഷ്യൻ ജീവനൊടുക്കിയതിന് ശേഷവും ഒട്ടും കൂസലില്ലാതെ, ഒരു തരി പോലും പതർച്ചയില്ലാതെ പരാതിയിൽ അടിയുറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞവൾ, അവൾ ആ കാലത്തി ഇപ്പോൾ മുങ്ങിയിരിക്കുകയാണ്. നിലവിൽ അവൾ ഒളിവിലാണെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഏതായാലും നാട്ടുകാരെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നു. പല ദിക്കുകളിൽ നിന്നും അധികാരികൾക്ക്, വേണ്ടപ്പെട്ടവർക്ക് മുന്നിൽ ഒരുപാട് പരാതികൾ എത്തിയിട്ടുണ്ട്. പോലീസിനും ഇതിൽ ഒരു എക്സ്ട്രാ ആവേശത്തിന്റെ കാര്യമുണ്ട്. കാരണം വടകര പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തിരുന്നു എന്ന കള്ളം കൂടി അവൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു പരാതി അവിടെ ചെന്നിട്ടില്ല എന്നാണ് ഇൻസ്പെക്ടർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിനിടയ്ക്ക് പോലീസുകാരെയും നിയമത്തെയും ഒക്കെ കബളിപ്പിക്കാൻ അവൾ ശ്രമിച്ചിട്ടുണ്ട്. ഏതായാലും അവൾ ഉദ്ദേശിച്ചതിലുപരി റീച്ച് അവൾക്ക് ഉണ്ടായി കഴിഞ്ഞു. ലോകമെമ്പാടുമുള്ള മലയാളികൾ അവളെ ഇപ്പോൾ അറിഞ്ഞു കഴിഞ്ഞു. അവൾ ആഗ്രഹിച്ചതും അത്രയൊക്കെ ഉള്ളൂ. BNS 108 പ്രകാരം ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. 10 വർഷം വരെ തടവും പിഴയും ഒക്കെ ലഭിക്കാവുന്ന കുറ്റമാണ്. അവൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് ഒട്ടിക്കണം എന്നുള്ള ആവശ്യമായിട്ടും സംഘടനകളൊക്കെ എത്തിയിട്ടുണ്ട്. ഏതായാലും അവൾക്ക് അർഹതയുള്ള ശിക്ഷ തന്നെ അവൾക്ക് ലഭിക്കട്ടെ. ഈ വിഷയത്തെ സംബന്ധിച്ച മറ്റൊരു കാര്യമാണ് കേട്ടോ ഞാനിന്ന് സൂചിപ്പിക്കുന്നത്. ചില മാധ്യമങ്ങളിലെല്ലാം നിറഞ്ഞു നിന്ന വാർത്ത ഇത് തന്നെയായിരുന്നു. പക്ഷേ ഒരൊറ്റ മുഖ്യധാര ചാനലുകളും വാർത്താ ചാനലുകളും ഷിംജിത മുസ്തഫ എന്ന പേര്, ഫോട്ടോ ഉൾപ്പെടെ കാണിക്കാൻ തയ്യാറായില്ല. ഏഷ്യാനെറ്റ് ചാനൽ മാത്രമാണ് അതിനുള്ള ചങ്കൂറ്റം കാണിച്ചത്. ആ നട്ടെല്ലിന് 1000 അഭിവാദ്യങ്ങൾ. മുഖ്യധാര മാധ്യമങ്ങൾ ഇങ്ങനെയുള്ള ചങ്കൂറ്റം കാണിച്ച് മുന്നോട്ട് വന്നാൽ മാത്രമേ എന്തെങ്കിലും ചലനങ്ങൾ സമൂഹത്തിൽ, അല്ലെങ്കിൽ അഴിമതിയുടെ കാര്യത്തിൽ, നീതികേടിൻ്റെയൊക്കെ കാര്യത്തിലൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം ഓൺലൈൻ ചാനലുകളെക്കാൾ വലിയ തരംഗങ്ങൾ ഫലപ്രദമായ രീതിയിൽ ഉണ്ടാക്കാൻ സാറ്റലൈറ്റ് ചാനലുകൾക്ക്, മുഖ്യധാര മാധ്യമങ്ങൾക്ക് കഴിയും. ഇന്നലെ 24-ൽ ഹാഷ്മി പതിവ് പോലെ തകർക്കുന്നത് കേട്ടു. വായിൽ വാക്കുകളിട്ട് കടുക് പൊട്ടിക്കുന്നത് കേട്ടു. താടി കൂട്ടിക്കെട്ടി ചേതനയില്ലാത്ത മുഖത്തേക്ക് നോക്കി, മുത്തേ നിന്റെ മുഖമൊക്കെ മാറിപ്പോയല്ലോടാ മോനെ എന്ന് വേദനിക്കുന്ന ഒരു പെറ്റവയറിന്റെ വേദന. കണ്ണിലും നാവിലും അതിവൈകാരികത നിറച്ച് നല്ലൊരു പ്രകടനം കാഴ്ചവെക്കുന്നത് കണ്ടു. സന്തോഷമുണ്ട്. പക്ഷേ ആ ആത്മാർത്ഥത മനസാക്ഷിയിൽ നിന്ന് വന്നതാണെങ്കിൽ അതിലൽപ്പം നട്ടെല്ലിന്റെ അംശം കൂടി ചേർക്കാമായിരുന്നു. അത്രയും നാവാട്ടം നടത്തിയിട്ടും അവളുടെ പേര് ഷിംജിത മുസ്തഫ എന്നാണെന്നോ, അവൾ വടകര സ്വദേശിനിയാണെന്നോ, അവളുടെ മുഖം ഇതാണെന്നോ കാണിച്ചു കൊടുക്കാനുള്ള ധൈര്യം 24-നും ഉണ്ടായില്ല. അത്രയും വാചാലനായ ഹാഷ്മിക്കും ഉണ്ടായില്ല. മാതൃഭൂമി കൊടുത്തില്ല. മനോരമ പോലും അവളുടെ ഫോട്ടോ ബ്ലർ ചെയ്താണ് കൊടുത്തത്. മാധ്യമങ്ങളൊക്കെയും അവരുടെ നിലനിൽപ്പാണ് നോക്കുന്നത്. ഭാവിയിൽ അവർക്കൊരു പ്രശ്നം വരാതിരിക്കാൻ അവർക്ക് ഒഴിവാക്കാവുന്ന കാര്യങ്ങൾ അവർ ഒഴിവാക്കുകയാണ്. ജനങ്ങളിലേക്ക് സത്യം സത്യമായി എത്തിക്കണം, എന്താണോ സംഭവിക്കുന്നത് അത് മറയില്ലാതെ എത്തിക്കണം എന്ന ധർമ്മം അവർ അറിഞ്ഞുകൊണ്ട് തന്നെ മറക്കുകയാണ്. മനഃപൂർവ്വം അവരത് ചെയ്യാതെ ഇരിക്കുകയാണ്. അതിനിടയിൽ ഏഷ്യാനെറ്റ് പല സമയത്തും വ്യത്യസ്തത കൊണ്ട് ശ്രദ്ധേയമാകുന്നത് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ തന്നെ തുടരുക. ഏതെങ്കിലും ഒരിടം നാട്ടുകാർക്ക് വിശ്വസനീയമായ തരത്തിൽ വേണ്ടേ അല്ലേ നമുക്ക് ആശ്രയിക്കാൻ? അപ്പോൾ ആ ഒരു പ്രതീക്ഷ നൽകിയതിന് പ്രത്യേകം നന്ദി. ഇതിനിടയ്ക്ക് ഷിംജിത മുസ്തഫ എന്ന ആ നിരപരാധിയെ കൊലയ്ക്ക് കൊടുത്ത കാലത്തെ അനുകൂലിച്ചുകൊണ്ട്, അവളെ ന്യായീകരിച്ചുകൊണ്ട്, 1% പോലും മനസാക്ഷിയില്ലാതെ ആ മരണപ്പെട്ട മനുഷ്യനെ വീണ്ടും കുത്തി നോവിച്ചുകൊണ്ട് രംഗത്തെത്തിയ സ്ത്രീകളുടെ വിഭാഗത്തിൽപ്പെട്ട ചില എണ്ണങ്ങളെ കാണാനിടയായി. അവരൊന്നും മറുപടി അർഹിക്കുന്നില്ലെങ്കിൽ പോലും പെണ്ണ് എന്ന കാറ്റഗറിയിൽ ഉൾപ്പെട്ട് സമൂഹത്തിൽ ജീവിക്കുന്നവരായതിനാൽ അതിനെക്കുറിച്ച് കൂടി 2 വാക്ക് പറയാതെ നിവൃത്തിയില്ല. ശ്രീലക്ഷ്മി അറയ്ക്കൽ എന്ന സ്ത്രീ പറഞ്ഞിരിക്കുന്നത്, അയാൾ മരണപ്പെട്ടത് നന്നായി. ഒരു മരണത്തിൽ ആ മാതാപിതാക്കളുടെ ദുഃഖത്തിൽ കേരളം ഒന്നിച്ച് കരയുന്ന സമയത്ത്, ജാതിയും മതവും രാഷ്ട്രീയവും ഒക്കെ മാറ്റിവെച്ച് ഒന്നിച്ച് കരയുന്ന സമയത്താണ് അവൾ അദ്ദേഹത്തിൻ്റെ ആ ഉറഞ്ഞ ചോരയിൽ മുക്കി എഴുതിയത്. ഇത്രയും നാൾ പീഡിപ്പിക്കപ്പെട്ടവരല്ലേ മരിച്ചുകൊണ്ടിരുന്നത്, മരണം നന്നായി. ഇനിയെങ്കിലും ബസ്സിൽ കയ്യും കാലും ഒതുക്കി വെച്ചിരിക്കാൻ അറിയാത്തവന്മാർക്ക് ഇതൊരു പാഠമാകട്ടെ എന്ന് പറഞ്ഞ് അവൾ അത് ആഘോഷിച്ചു. അതേ അവൾ തൻ്റെ കഴിവും പ്രശസ്തിയും ഉപയോഗിച്ചുകൊണ്ട് പെൺകുട്ടികളെ മാറി മാറി ഉപയോഗിച്ച, ലൈംഗിക ആവശ്യങ്ങൾക്ക് വേണ്ടിയും സാമ്പത്തിക ചൂഷണത്തിന് വേണ്ടിയും ഉപയോഗിച്ച വേടനൊപ്പം ഞെളിഞ്ഞു നിന്നുകൊണ്ട് ഫോട്ടോ എടുത്ത് എന്തോ ഒരു വലിയ കാര്യം സാധിച്ചതുപോലെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കണ്ടു. അപ്പോൾ ആളുകൾക്കും സാഹചര്യത്തിനും ആശയങ്ങൾക്കും അനുസരിച്ച് നിലപാടുകൾ മാറ്റിക്കൊണ്ടേയിരിക്കുന്ന ഇത്തരം ഓന്തുകളുടെ സാന്നിധ്യം പോലും നമ്മുടെ സമൂഹ മാധ്യമങ്ങളെയും നമ്മുടെ സമൂഹത്തെ തന്നെയും മലിനമാക്കുന്നതാണ്. പുര കത്തുമ്പോൾ വാഴ വെട്ടുന്നവരില്ലേ? ഒരു വലിയ വിഷയം സമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുമ്പോൾ എന്ത് പ്രയോജനമാണ് തനിക്ക് വ്യക്തിപരമായി സാമ്പത്തികമായി അതിൽ നിന്ന് ഉണ്ടാക്കാൻ കഴിയുന്നത് എന്ന് ചിന്തിക്കുന്ന ഇരുകാലി മൃഗങ്ങൾ,
അക്കൂട്ടത്തിൽ പെടുത്താൻ പറ്റുന്ന ആളുകളാണ് ശ്രീലക്ഷ്മിയെ പോലെയുള്ള ആളുകൾ. ചിലർ പണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു, ചിലർ പ്രശസ്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇത് രണ്ടും ഇത്തരം സന്ദർഭങ്ങളിൽ അവർക്ക് യഥേഷ്ടം കിട്ടുകയും ചെയ്യുന്നു. വൈറലാകാനുള്ള വ്യഗ്രതയിൽ സ്ഥിരബുദ്ധി നഷ്ടപ്പെടുന്ന ആളുകളുടെ എണ്ണം വളരെയധികം കൂടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു യുവാവ് റീൽസ് ചിത്രീകരിച്ചത് ശരിയായില്ല എന്ന കാരണത്താൽ ജീവൻ ഒടുക്കുകയുണ്ടായി. അത്തരക്കാർ സമൂഹത്തിൽ തുടർന്ന് മുന്നോട്ട് ജീവിച്ചിട്ടും കാര്യമൊന്നുമില്ല എന്നത് മറ്റൊരു കാര്യം. അതിൽ ദുഃഖിക്കുകയല്ല ഞാൻ, ഇതൊരു ആശങ്ക തന്നെയാണ്. മനുഷ്യൻ എന്തും ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞു. ചിലർ സ്വന്തം ജീവിത പങ്കാളിയെ പോലും കോമാളി വേഷം കെട്ടിക്കുന്നു. മറ്റുള്ളവരുടെ മുന്നിൽ സ്വന്തം ഭാര്യയെ തുണി അഴിച്ചു നിർത്തി അത് കണ്ട് ആസ്വദിച്ച് അതിൽ നിന്ന് വരുമാനമുണ്ടാക്കി സുഖമായി ജീവിക്കാൻ തയ്യാറാകുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. മനുഷ്യർ മൃഗത്തിനൊപ്പം അല്ലെങ്കിൽ മൃഗത്തിന് താഴെ പോയിരിക്കുകയാണ്. സംസ്കാരം എന്ന വാക്ക് ഈ സോഷ്യൽ മീഡിയയുടെ ദുരുപയോഗം വ്യാപകമായതോടുകൂടി നമ്മുടെ നാട്ടിൽ നിന്നും നമ്മുടെ ഇടയിൽ നിന്നും അന്യമായി പോയി. സമൂഹ മാധ്യമങ്ങൾ വഴി അറിയപ്പെടാനുള്ള മനുഷ്യരുടെ ത്വര ഒരാളുടെ ജീവൻ എടുക്കുന്ന ഘട്ടത്തിൽ എത്തിയിട്ട് പോലും നമ്മുടെ ഒരു മന്ത്രിമാരാകട്ടെ, മുഖ്യമന്ത്രിയാകട്ടെ, അതിപ്രധാനികളായിട്ടുള്ള സാംസ്കാരിക നായകന്മാരാകട്ടെ ആരും വേണ്ടിയിട്ടില്ല. എല്ലാവരുടെയും സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ ഈ കാര്യത്തിൽ മൗനം പാലിച്ചു. സാംസ്കാരിക വകുപ്പ് മന്ത്രി പോലും ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല. ഒരാളുടെ ജീവൻ പോയിട്ടും ഇതൊന്നും ഗൗരവമുള്ള വിഷയമായി അവർ കാണുന്നില്ല. ഇലക്ഷൻ പ്രമാണിച്ച് എങ്ങനെയെങ്കിലും 10 വോട്ട് തട്ടിക്കൂട്ടാനുള്ള ഒരു ഓട്ടത്തിനിടയിലാണവർ. അതിനിടയിൽ മനുഷ്യരും സംസ്കാരവും ഒക്കെ ഒരറ്റത്ത് നിന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് അവരെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ സർക്കാരോ നിയമമോ ഒക്കെ നമുക്ക് വേണ്ടി എന്തെങ്കിലും ഇത്തരം വിഷയങ്ങളിൽ ചെയ്യുന്നതിന് മുൻപ്, അല്ലെങ്കിൽ അവർക്ക് അതിൻ്റേതായിട്ടുള്ള സമയമെടുത്തേക്കാം, എന്തെങ്കിലും ഒരു നിയമനിർമ്മാണത്തിനോ നടപടിക്കോ നമ്മുടെയൊക്കെ വീടുകളിൽ നിന്ന് തുടങ്ങണം. നമ്മുടെ വീടുകളിലുള്ള മനുഷ്യരോട്, സഹോദരങ്ങളോടും മക്കളോടും മാതാപിതാക്കളോടും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് നമ്മൾ പരസ്പരം മനസ്സിലാക്കണം ഒരു കാര്യം. ജീവിതം എന്നത് ഒരു വ്യക്തിക്ക് ഒരിക്കൽ മാത്രം ഉള്ളതാണ്. നമ്മുടെ ജീവിതത്തിനും നമ്മുടെ സുഖ സൗകര്യങ്ങൾക്കും സന്തോഷത്തിനും സമാധാനത്തിനും ഇഷ്ടങ്ങൾക്കും എത്ര പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നുവോ അതുപോലെ തന്നെയാണ് നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യർ അവരുടെ ജീവിതത്തിലെ ഈ പറഞ്ഞ കാര്യങ്ങൾക്കും കൊടുക്കുന്നത്. അതുകൊണ്ട് മറ്റുള്ളവരുടെ ജീവന്റെ വിലയെ മാനിക്കുവാനുള്ള ഒരു കുറഞ്ഞ മര്യാദയെങ്കിലും നമ്മുടെ വീട്ടിലുള്ള ഓരോ മനുഷ്യരിലും ഉണ്ടാക്കാനുള്ള ബാധ്യത നമ്മൾ തന്നെ ഏറ്റെടുക്കണം.